അൻവർ സാദത്ത് എം.എൽ.എ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ വേറെ ഒരു കാര്യങ്ങളോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും വെച്ചുറപ്പിക്കാൻ പാടില്ല. നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനം അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് എന്ന് കരുതുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇടതുപക്ഷ എംഎൽഎമാരും പലർക്കും നേരെ ആരോപണം പശ്ചാത്തലം എനിക്കത് ചോദ്യം ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടാ. എനിക്ക് പത്രമാധ്യമങ്ങളിലും പറയാം, എന്നെ ഇതുവരെ പോലീസ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ കേട്ടാ, വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്നെ പറഞ്ഞിട്ടോ ഇല്ല. എനിക്കൊരു ചെറിയൊരു സംശയം തോന്നുന്നു, ഇങ്ങനെ കേട്ടപ്പോൾ തോന്നുന്നു. കാരണം ഇടതുപക്ഷത്തിലുള്ള കുറച്ച് എംഎൽഎമാരെ കുറിച്ചുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇങ്ങനെ പരസ്പരം പൊളിറ്റിക്കലായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി അത് ബാലൻസ് ചെയ്തോട്ടെ എന്ന് ഓർത്താണോ ഇങ്ങനെയൊക്കെയാണ് വിളിക്കുകയാണെന്ന് സംശയമുണ്ട്. കാരണം ദിലീപിനെ വിളിക്കുകയാണ്, ഞാൻ ചോദിക്കട്ടെ, ദിലീപിനെ ഫോണിൽ വിളിക്കുകയും ദിലീപിനെ കണ്ടവരാണ് എത്ര പേര് സംസാരിക്കുന്നു? ഞാൻ ചോദിക്കുന്നു, ദിലീപിനെ വിളിക്കുന്ന എത്രയോ ദിലീപിന്റെ സുഹൃത്തുക്കളുണ്ട്, എത്രയോ ആളുകൾ ദിലീപിനെ വന്ന് കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ദിലീപുമായിട്ട് ഒരു പണമിടപാടോ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടോ എനിക്കില്ല, 100% ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഒരു ബന്ധം തന്നെ ഇല്ല. പറയുന്ന ആളുകൾ കാണിക്കട്ടെ, ഒരു ബന്ധമില്ല. ഒരാളെ ഒരു റിയൽ എസ്റ്റേറ്റ് ബന്ധമാണ് ഇരിക്കില്ല ദിലീപായിട്ട്. ഈ സംഭവം നടന്നതിന് 2 ദിവസം അത് സാധാരണക്കാൾ കൂടുതലായി ഒരുപാട് തവണ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു, ദിലീപ് പറഞ്ഞിരുന്നു. മറ്റുള്ള സമയത്തേക്കാൾ കൂടുതലായി ഈ 2 ദിവസം വിളിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും വിളിച്ച സംഭവം നടന്ന ദിവസം ഈ സംഭവം നടന്നതിന് തൊട്ട് 2 ദിവസം മറ്റേ ഈ നടിയെ ആക്രമിച്ച ഞാൻ പറയാം, ആ ദിവസം ദിലീപ് ഇപ്പൊ നമ്മൾ നടന്ന പിറ്റേ ദിവസം ഉണ്ടല്ലോ, രാവിലെയുള്ള നമ്മളൊക്കെ ഇത് അറിയണത്. വെളുപ്പിനുള്ള അല്ല, ആ സമയത്ത് രാത്രിയുള്ള നടന്നത്. വെളുപ്പിന് ഞാൻ 2-3 ദിവസമായിട്ട് ദിലീപിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. പിറ്റേന്ന് വേറെ ഞാനൊരു റയാൻ സ്കൂൾ ഗൾഫിലുള്ള റയാൻ സ്കൂള്, ആ റയാൻ സ്കൂളിന്റെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യണം, അപ്പൊ ദിലീപിനെ ഒന്ന് കിട്ടിയ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ 2 ദിവസം ദിലീപിനെ കിട്ടിയതിൽ ഫോൺ ഓഫാണ് വിളിച്ചിട്ടുണ്ടായത്. എന്നിട്ട് അന്ന് രാവിലെ ഒരു 10 സമയത്ത് എനിക്ക് വിളിച്ച് കിട്ടി, അവർക്കുള്ള കിട്ടി. ഞാൻ ദിലീപ് ഇങ്ങനെ ഒരു സ്കൂളിന്റെ ഉദ്ഘാടനം ഉണ്ട്, അപ്പൊ ഒന്ന് പോകണേ, നല്ലതാണ്, അവർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നാന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഒരു ഡേറ്റ് അപ്പൊ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ച്, ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ വാർത്ത വരുന്നുണ്ടല്ലോ, ഇവരെ കണ്ടില്ല? അപ്പൊ ഞാൻ കണ്ടിരുന്നു, വാർത്ത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞ ഡേറ്റ് നോക്കിയിട്ട്, അപ്പൊ ഞാൻ ശരി ഞാൻ വെക്കണം, ഞാൻ ഫോണും വെച്ച് ഇത് ചെയ്തു. അത്രേ ഉള്ളൂ. എന്നെ അന്നാ ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വിളിച്ചോളാം, ശരി, അന്നേ വിളിച്ചിട്ടുണ്ട്, ശരിയാണ്. പിന്നെ തിരിച്ചു ഞാൻ നേരത്തെ അവരെ വിളിച്ചിട്ട് തിരിച്ചു വിളിച്ചോന്ന് അറിയില്ല, എനിക്കറിയില്ല. ഞാൻ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അതിനകത്ത് യാതൊരു സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ദിലീപിനെ, ഇവിടുത്തെ പത്രമാധ്യമ സുഹൃത്തുക്കള് എന്റെ ചില സമയത്ത് ചോദിക്കാറുണ്ട്, ദിലീപിന് വേണമെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പറയാം. എന്നെ പല ചാനൽസിലെ പല ആൾക്കാർ ആരുടെ പേര് പറയാറ്, നിങ്ങൾക്ക് അതിനെ വിളിച്ചവരൊക്കെ അറിയാം. അപ്പൊ അപ്പോഴും ഞാൻ ദിലീപിനെ വിളിക്കും. ദിലീപിന് പറയാണ്ട് അവർ പറയാണ്ട് പേഴ്സണലായിട്ട് കൊടുക്കാതുകൊണ്ട് ദിലീപിന്റെ വർഷം കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ഇതൊക്കെ വിളിക്കുമ്പോൾ ദിലീപിനെ വിളിക്കാനേ സ്വാഭാവികമായിട്ടും വേണ്ട. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞു, ദിലീപ് എല്ലാവരും സുഹൃത്തുക്കളാണ്. ഇവിടെ എല്ലാവർക്കും ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഇല്ലി നട്ട് CPM-ന്റെ ദിലീപ് അവിടെ വന്നില്ലേ? അന്ന് ദിലീപ് എന്നെ വിളിച്ചിട്ട് ഭായി വരുന്നില്ലേ? ഞാൻ പറഞ്ഞ അത് CPM-ന്റെ പരിപാടിയാണ്, ഞാൻ വല്ലേ CPM. അപ്പൊ ആലുവയിൽ വന്നപ്പോ എന്റെ അടുത്ത് ഇല്ലി നടന്ന പരിപാടി ഭായി വരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, അവിടെ ഇതിനെ CPM-ന്റെ പരിപാടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എല്ലാവരും ഇപ്പൊ എന്റെ പരിപാടികൾക്ക് വരാറുണ്ട്, ദിലീപ് എന്റെ ഫംഗ്ഷൻസ് വരാറുണ്ട്, എല്ലാവരും ഫംഗ്ഷൻസ് പറയാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, ദിലീപൻ ഞാനായിട്ടുള്ള ബന്ധം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഇത്. അപ്പൊ ഞാൻ ചോദിക്കണം, നിങ്ങളായിരുന്നു നിങ്ങളുടെ സുഹൃത്തിന്റെ ആപത്തോ പ്രശ്നം? ആള് പ്രതിയായിട്ടില്ല. ചർച്ചകൾ പല സംസ്ഥാനങ്ങളിൽ അദ്ദേഹം ഒരു സുഹൃത്ത് എന്നല്ല എൻ്റെ അടുത്ത് വളരെ ഇതായിട്ട് പറയുന്നു, ഞാൻ അതിനകത്ത് പ്രതിയല്ല എന്ന് പറയുന്നു. അപ്പൊ ഞാൻ സുഖമാണ് എന്റെ സുഹൃത്ത്. ഞാൻ പറഞ്ഞ എന്റെ സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ പോയി കണ്ടു. ഞാൻ പറഞ്ഞ ഇതൊന്നും വിളിച്ച് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, എന്റെ മൊബൈലിൽ നിന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാൻ പാടില്ലേ ഇത് പോലീസിനെ? ഞാൻ ചെന്ന് പോലീസിനെ ആദ്യമേ വിളിക്കാറില്ല. ഞാൻ ചോദിച്ചു, ഞാൻ ഈ പറഞ്ഞ ഡേറ്റ് വഴി വിളിച്ചു കൊടുക്കുന്നില്ലേ, എന്തുകൊണ്ട് പോലീസിന് എന്നെ വിളിക്കാതെ? പോലീസിന് ഒരു കുഴപ്പമില്ല, എന്നെ അല്ല അറിയിച്ചില്ല. ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ, ഞാൻ അവർ വിളിച്ചോ. ഞാൻ ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്. ഇതിനകത്ത് പ്രതി ഞാൻ പറഞ്ഞില്ലേ, എന്റെ സുഹൃത്ത് ദിലീപ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി പ്രതി അയക്കണം, ദിലീപിന്റെ പ്രതി അയക്കണം പോലീസ്. ആ പ്രതി എന്നത് യാഥാർത്ഥ്യം പറഞ്ഞ് തക്കതായ ശിക്ഷ കൊടുക്കണം എന്റെ അഭിപ്രായം. ഇത് നമ്മുടെ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഒരു സഹോദരിക്ക് പാടില്ല, അത് സിനിമാ നടി എന്നല്ല, ഒരു സഹോദരിക്കും പാടില്ല. എനിക്ക് 2 പെൺമക്കളുള്ളതാണ്. എനിക്ക് പെൺമക്കളുള്ള, എനിക്ക് ഭാര്യയുണ്ട്, എന്റെ ഉമ്മയുണ്ട്, അതുപോലെ സഹോദരിമാരുണ്ട്. എനിക്ക് 2 കൊച്ചു പെൺമക്കൾ വളർന്നവരല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും നമ്മൾ കൂട്ടുന്ന പ്രശ്നമല്ല.
താങ്കൾ ഈ ദിലീപ് ഫാൻസിന്റെ ഒക്കെ ചുമതലപ്പെട്ട ആളാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്ത് സംസ്ഥാന ഞാൻ ദിലീപിന്റെ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഇത് പേര് അതൊക്കെ എന്നെ ഇങ്ങനെ മോശമാക്കാം. ഇത് സത്യം പറയും, ഇതിന്റെ പുറകിൽ എനിക്ക് വേറെ സംശയം. ഇപ്പൊ DYFI കൊണ്ട് ഒരു പരാതി കൊടുത്തെന്ന് പറയണം. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് പൊളിറ്റിക്കൽ മോട്ടിവേറ്റ് അറിയാൻ മനസ്സിലായില്ലേ? DYFI നിങ്ങളൊരു പരാതി കൊടുത്ത് SP കൊടുത്തെന്ന് ഞാൻ പറഞ്ഞ അപ്പൊ എന്റെ അടുത്ത് നമ്മുടെ പ്രവർത്തകർ പറഞ്ഞു, നമ്മുടെ പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് ഇത് ഇന്ന് പരാതിയായിട്ട് എഴുതി വന്നിട്ടുണ്ട്, ഇന്നസെന്റിന് ഒരു പരാതി കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇന്നസെന്റിനെതിരെ പരാതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ പരാതിയൊക്കെ തയ്യാറാക്കി വന്നേക്കാണ് പാർട്ടിക്കാരുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അതല്ല അവര് കൊടുത്തില്ല. ഞാൻ അതല്ല ഇത് ഇന്നസെന്റ് ഇതാണ് വിളിപ്പിക്കണം മറ്റേ അതൊക്കെ പറഞ്ഞ് മുങ്കേഷ് ഇന്നസെന്റ് ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല, അത് ശരിയല്ല, അവര് കൊടുക്കട്ടെ, അവർക്ക് രാഷ്ട്രീയം ഉണ്ട് ഇതിനകത്ത്. ആ രാഷ്ട്രീയം അതാണ് എനിക്ക് കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ സംശയം വരാൻ കാരണം എന്താണ് DYFI കൊണ്ട് പരാതി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പത്രത്തിൽ കണ്ടിരുന്നു മറ്റേ വർഷത്തൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തേക്കാണ്. അപ്പൊ അതുകൊണ്ട് പോലീസ് രാഷ്ട്രീയം കളിക്കുന്നതാണ് സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ PT തോമസിനെ എപ്പോ ചോദ്യം ചെയ്യായിരുന്നു? അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ ഈ പരാതികൾ ഇപ്പൊ DYFIയുടെ പരാതികൾ കേട്ടപ്പോ നമ്മൾ സംശയിക്കുന്നു. ഇനി പോലീസ് വിളിക്കുമ്പോൾ അറിയാം നമുക്ക് എന്താ ബാക്കി കാര്യം നമുക്ക് ആ സമയത്തോളം. അല്ല പോലീസ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ പോലീസ് അന്വേഷണം കണ്ടു. ഞാൻ അതിന് വിമർശിക്കേണ്ട ആവശ്യമില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ല. അതിനകത്ത് പ്രത്യേകിച്ച് അന്വേഷണം ശരിയായ വെച്ചാൽ എല്ലാവരും പറഞ്ഞു. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെന്നും ആ പീഡിപ്പിക്കപ്പെട്ട ആ സഹോദരൊപ്പം തന്നെ യാതൊരു സംശയമില്ല. കാരണം എന്ന് പറയുമ്പോ അത് ഞാൻ പറഞ്ഞില്ല, ആരായാലും നമുക്കൊക്കെ സഹോദരിമാരും ഒക്കെ ഉണ്ട്. അത് എന്റെ കേരളത്തിലെ ജനത നിൽക്കുന്നത് ആ ഒരു വികാരത്തിലാണ്. ആ വികാരത്തിനൊപ്പം അൻവർ സാദത്തുള്ളൂ. അത് അൻവർ സാദത്തിന് ഇന്ന് 2ാം തവണ MLA ആക്കിയത് ആ വികാരത്തിനൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നുണ്ടാ. എന്റെ ആലുവക്കാർ ഇപ്പൊ എന്തൊക്കെ ആക്ഷേപം ആരോപണ്ടായാലും എന്റെ ആലുവക്കാര് എന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ DYFI ഇന്നലെ പരാതി കൊടുത്തപ്പോ എനിക്ക് സംശയിക്കുന്നു. ഒരു സംശയമില്ല, അവരൊക്കെ എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. ഇപ്പൊ ഞാൻ വീട്ടിലൊന്നും എന്റെ സഹപ്രവർത്തകർ എന്റെ നേതാക്കന്മാരൊക്കെ വിളിച്ച് സംസാരിച്ചു. അതൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മുടെ പാർട്ടിയിലെ എല്ലാവരും പൂർണ്ണമായും DCC ഒക്കെ നല്ല സ്റ്റേറ്റ്മെന്റ് ഇറക്കിയായിരുന്നു. അപ്പൊ ഞാൻ അവിടെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് എന്റെ തുറന്ന പുസ്തകമാണ്. ഞാൻ എന്നും ജനങ്ങളുടെ ഒപ്പം ജനപക്ഷത്ത് നിന്ന് എന്റെ പദ്ധതികളുമായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ആർക്കെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ ഞാനൊന്നും പറയാനില്ല. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആ കേസിൽ നടൻ ദിലീപ് അറസ്റ്റിലായതിനു പിന്നാലെ കേസുമായി ബന്ധപ്പെട്ട് അൻവർ സാദത്തിനെ ചോദ്യം ചെയ്യും എന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു. അത് കാര്യം തനിക്ക് അങ്ങനെ ഒരു അറിയിപ്പ് നിലവിൽ ലഭിച്ചിട്ടില്ല എന്നാണ് അൻവർ സാദത്ത് ആലുവ MLA അൻവർ സാദത്ത് പറയുന്നത്. ഒപ്പം മറ്റ് കാര്യങ്ങൾ തനിക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി.